തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ തിരികെ എത്തിക്കാൻ പുറപ്പെട്ട കേരള പോലീസ് സംഘം വിശാഖപട്ടണത്തെത്തി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലുള്ള കുട്ടിയെ നാളെയോടെയാകും കേരള പോലീസിന് കൈമാറുക. അതേസമയം കുട്ടി അസമിലേക്ക് പോകണമെന്ന ആഗ്രഹം പങ്കുവച്ച സാഹചര്യത്തിൽ മജിസ്ട്രേറ്റിന്റെ അനുമതി കൂടി തേടിയ ശേഷമാകും കുട്ടിയെ കൈമാറുക. വാർത്തയുടെ വിവരങ്ങളുമായി മാനസ ചേരുകയാണ്. മാനസ, വിശാഖപട്ടണത്തും ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ കേരള പോലീസ് അവിടെ എത്തി. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശാഖപട്ടണത്ത് കേരളത്തിൽ നിന്നും പോയ 4-അംഗ സംഘം കഴക്കൂട്ടം പോലീസ് എത്തി എന്നാണ് അല്പസമയം മുമ്പ് ലഭിച്ച വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു സംഘം വിജയവാഡയിലേക്ക് തിരിച്ചത്. ഇന്ന് രാവിലെ 5:30 വിജയവാഡയിലെത്തി. ശേഷം 9:30 ട്രെയിനായിരുന്നു വിശാഖപട്ടണത്തേക്ക് പോകേണ്ടത്. അത് അല്പസമയം വൈകിയതിനാലാണ് ഇത്രയും ഏറെ വൈകുന്നേരത്തോടെ എത്തേണ്ട സംഘം ഈ 6:30 വിശാഖപട്ടണത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചൈൽഡ് ലൈൻ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടിയെ ഇന്ന് കേരള പോലീസ് സംഘത്തിന് കാണാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ നാളെയോടെയായിരിക്കും കുട്ടിയെ കൈമാറുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെയും കടക്കുക. അതേ സാഹചര്യത്തിൽ നിലവിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേരള പോലീസ് സംഘത്തിന് കൈമാറുക എന്നാണ് ലഭിച്ച വിവരം. കാരണം കഴിഞ്ഞ ദിവസം കുട്ടി അസാമിലേക്ക് പോകണമെന്ന ആഗ്രഹം പങ്കുവെച്ച ഒരു സാഹചര്യമുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം പോണ്ട എന്നാണ് നേരത്തെ കഴിഞ്ഞ ദിവസം കുട്ടി പറഞ്ഞത്. ഈ സാഹചര്യം പരിഗണിച്ചാണ് കുട്ടിയെ ഒന്നുകൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഹാജരാക്കി ഒന്നുകൂടി രേഖപ്പെടുത്തിയ ശേഷം കുട്ടിയുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി കേരള പോലീസിന് കൈമാറും. ശേഷം കേരളത്തിലെത്തിയ ശേഷം ശിശുക്ഷേമ സമിതിയിലേക്കായിരിക്കും കുട്ടിയെ അയക്കുക. ഒപ്പം തന്നെ പ്രത്യേക കൗൺസിലിംഗ് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെയും മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടിയുടെ ആഗ്രഹം എന്താണ് എന്നത് ആരായും ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ കൂടി പ്രതികരണം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ സംഭവം നടത്തുന്നതിന് പിന്നാലെ കഴക്കൂട്ടത്തെ വാടക വീടിന് സമീപമുള്ളവർ മാതാപിതാക്കൾ കുട്ടിയെ നല്ല രീതിയിൽ അടിക്കും അല്ലെങ്കിൽ വഴക്കു പറയുന്ന ഒരു പ്രവണത ഉള്ള ആളുകൾ ആണ് എന്ന് പ്രതികരിച്ചിരുന്നു. ഈ പശ്ചാത്തലം കൂടി പോലീസ് പരിശോധിക്കും. കഴിഞ്ഞ ദിവസം DCPയും ഇത് വ്യക്തമാക്കിയതാണ്. സമഗ്ര അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ കുട്ടിയെ നാളെ കൈമാറുമ്പോൾ മറ്റന്നാളോട് കൂടിയാണ് കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പിന്നീട് രക്ഷിതാക്കളിലേക്ക് കൈമാറുന്ന നടപടികളിലേക്കും കടക്കുക. ശരി മാനസ.